നമ്മുടെ വിഷയം കഞ്ചാവും മാജിക് മഷ്റൂമുകളും മദ്യത്തോടും മറ്റ് ലഹരി വസ്തുക്കളോടും താരതമ്യം ചെയ്യുമ്പോൾ വളരെ കാലം മദ്യം സാധാരണവും സാമൂഹികമായി അംഗീകരിക്കപ്പെട്ടതുമായ ഒന്നായി കണക്കാക്കപ്പെട്ടു. പക്ഷേ മറ്റു പല ലഹരി വസ്തുക്കളെയും ഭയത്തോടെയും അപമാനത്തോടെയും മാത്രം കണ്ടു. ഇപ്പോൾ ശാസ്ത്രം ചോദിക്കുന്നത് ഇത് നിയമപരമാണോ എന്നത് മാത്രമല്ല, ഇത് ശരീരത്തിന്, മനസ്സിന്, കുടുംബത്തിന്, സമൂഹത്തിന് എത്ര ദോഷം ചെയ്യുന്നു എന്നതാണ്. മദ്യം ലോകത്ത് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കപ്പെടുന്ന ലഹരി വസ്തുക്കളിൽ ഒന്നാണ്. പക്ഷേ അമിത മദ്യപാനം കരൾ രോഗം, ഹൃദയപ്രശ്നങ്ങൾ, അപകടങ്ങൾ, അക്രമം, വിഷാദം, അടിമത്തം, ചില ക്യാൻസറുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മദ്യം പെട്ടെന്ന് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന വിഡ്രോവൽ ലക്ഷണങ്ങൾ പോലും ചിലപ്പോൾ അപകടകരമാകാം. അതുകൊണ്ടാണ് ഗവേഷകർ ഇപ്പോൾ താരതമ്യ ദോഷം നോക്കി താരതമ്യം ചെയ്യുന്നത്. ഇവിടെയാണ് കഞ്ചാവും മാജിക് മഷ്റൂമുകളും കൂടുതൽ സൂക്ഷ്മമായി ചർച്ച ചെയ്യപ്പെടുന്നത്. അവ പൂർണ്ണമായി സുരക്ഷിതമാണെന്നല്ല, പക്ഷേ മദ്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ ചില ദോഷങ്ങൾ കുറവായിരിക്കാം. കഞ്ചാവ് സാധാരണയായി അമിതമായി ഉപയോഗിച്ചതുകൊണ്ട് മരണത്തിലേക്ക് നയിക്കുന്ന അവസ്ഥ ഉണ്ടാകാറില്ല. അടിമപ്പെടാനുള്ള സാധ്യത മദ്യത്തേക്കാൾ കുറവായിരിക്കാം. പക്ഷേ പതിവായി കൂടുതലായി അടിമപ്പെടാനുള്ള സാധ്യത ഉയർന്ന ഡോസ് ആയി ഉപയോഗിച്ചാൽ ആശ്രിതാവസ്ഥ ഉണ്ടാകാം. മദ്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ കഞ്ചാവ് സാധാരണയായി കുറവ് അവയവനാശം, കുറവ് അക്രമം, കുറവ് സാമൂഹിക ദോഷം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചിലർ പറയുന്നു മദ്യത്തിന് പകരം കഞ്ചാവ് ഉപയോഗിച്ചപ്പോൾ മദ്യപാനം കുറഞ്ഞു, ഉറക്കം മെച്ചപ്പെട്ടു, വേദന കുറഞ്ഞു. പക്ഷേ കഞ്ചാവ് ഓർമ്മശക്തി, വാഹനോടിക്കാനുള്ള കഴിവ്, ഉത്കണ്ഠ, മാനസികോത്സാഹം, പ്രചോദനം, മാനസികാരോഗ്യം എന്നിവയെ ബാധിക്കാം. മാജിക് മഷ്റൂമുകളിൽ ഉള്ള പ്രധാന പദാർത്ഥം സൈലോസിബിനാണ്. ഗവേഷണങ്ങളിൽ ഇത് കുറഞ്ഞ അടിമപ്പെടാനുള്ള സാധ്യത ഉള്ളതായും ശാരീരിക വിഷമത്വം കുറവുള്ളതായും പറയപ്പെടുന്നു. മദ്യം, നിക്കോട്ടിൻ, ഓപ്പിയോയിഡ്, സ്റ്റിമുലൻസ് എന്നിവയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് സാധാരണയായി അവയവനാശത്തോടോ നിർബന്ധിതമായ ദിവസോപയോഗത്തോടോ ബന്ധപ്പെട്ടിട്ടില്ല. നിയന്ത്രിത മെഡിക്കൽ ഗവേഷണങ്ങളിൽ സൈലോസിബിൻ വിഷാദം, ഉത്കണ്ഠ, ലഹരിയിലേക്കുള്ള തിരിച്ചുപോക്ക് കുറയ്ക്കൽ എന്നിവയുടെ ചികിത്സയിൽ സാധ്യത കാണിച്ചിട്ടുണ്ട്. പക്ഷേ അപകടമില്ല എന്നല്ല. ഇത് ശക്തമായ മാനസികാനുഭവങ്ങൾ, പാനിക്, ഭയം, തീരുമാനശേഷി കുറയ്ക്കുക എന്നിവ ഉണ്ടാക്കാം. മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളവരിൽ അവസ്ഥ മോശമാകാം. അതുകൊണ്ട് ആധുനിക സന്ദേശം ഇവ ഉപയോഗിക്കൂ എന്നല്ല, സത്യസന്ധമായി താരതമ്യം ചെയ്യൂ എന്നതാണ്. മദ്യം, ഓപ്പിയോയിഡ്, സ്റ്റിമുലൻസ്, നിക്കോട്ടിൻ, കഞ്ചാവ്, സൈലോസിബിൻ ഇവയ്ക്കെല്ലാം ഒരേ അപകട സാധ്യതയല്ല. ചിലത് കൂടുതൽ അടിമത്ത സാധ്യതയുള്ളതാണ്, ചിലത് കൂടുതൽ വിഷം ഉള്ളതാണ്, ചിലത് കൂടുതൽ സാമൂഹിക ദോഷം ഉണ്ടാക്കുന്നു. പ്രധാന സന്ദേശം ഇതാണ്: ഒരു ലഹരി വസ്തുവും പൂർണ്ണമായി സുരക്ഷിതമല്ല, പക്ഷെ എല്ലാം ഒരുപോലെ ദോഷകരമല്ല. താരതമ്യ അപകട സാധ്യത മനസ്സിലാക്കുന്നത് സ്റ്റിഗ്മ കുറയ്ക്കുന്നു. ആരോഗ്യദോഷങ്ങളും സാമൂഹിക ദോഷങ്ങളും കുറയ്ക്കാനുള്ള സമീപനങ്ങൾക്ക് പിന്തുണ നൽകുന്നു. സമൂഹത്തെ ഭയത്തിൽ നിന്ന് ശാസ്ത്രത്തിലേക്കും കരുണയിലേക്കും മെച്ചപ്പെട്ട പൊതുജനാരോഗ്യത്തിലേക്കും നയിക്കുന്നു. ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.